പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കി ഉയർത്തി ഇവിടെ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ വരുന്നത് ചമ്പക്കുളം അമിച്ചേരി എന്നാണ്. ഞാൻ കൃപാസനം അറിഞ്ഞ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്ന ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ആകെ ഉഴപ്പായി, ഭയങ്കര കടമായി, ആകെ ഒരു ബുദ്ധിമുട്ടിൽ ടെൻഷനായി, പലിശയ്ക്കും ബാങ്ക് ലോണും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര കടത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ഉറക്കമില്ലായ്മ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണ്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കൃപാസനത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ കൃപാസനത്തിലെ പത്രം കിട്ടി. അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം അത് എൻ്റെ ഇത് ഞാനിനി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ നശിച്ചു പോകും, എനിക്ക് മെൻറ്റാലിറ്റിയൊക്കെ മാറി തുടങ്ങി, വേറെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ ഒരു കൃപാസനം പത്രം കിട്ടി. അമ്മ അതെൻ്റെ തലേണയുടെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്തോ തലയെ മുട്ടി ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ സൈഡ് ടേബിളുണ്ട് അവിടെ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ അതെടുത്ത് ബെഡ്ഷീറ്റിനടിയിൽ കയറ്റി വെച്ചു. അപ്പോൾ അതും ഞാനിങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പത്രം ഇരിക്കുന്നു, അത് ഞാൻ വീണ്ടും എടുത്ത് സൈഡ് ടേബിളിനടുത്ത് വെച്ചു. മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കമില്ല, കാരണം ടെൻഷനും കാര്യങ്ങളും. എനിക്ക് രാത്രിയായിരുന്നു കൂടുതൽ ഇഷ്ടം, കാരണം പകൽ ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം പിറ്റേ ദിവസം ഈ കടവടയ്ക്കാനോ ആരെങ്കിലും വന്ന് ചോദിക്കുന്നു, ശല്യവും ആൾക്കാരെ കാണുന്ന ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മാനസികമായി തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഈ ഫാനിൻ്റെ സൗണ്ടും ഇതുമെല്ലാം നന്മ നിറഞ്ഞ മറിയുമ്പോൾ അങ്ങനെ ഒരു പ്രെയർ പോലെ ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രെയറൊന്നും എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ചർച്ചിലെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയാം, മീൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ ഉറക്കമേ വരുന്നില്ല, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥനയുടെ പോലെ. അപ്പോൾ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഞാൻ ഈ പത്രം എടുത്ത് ഞാൻ സ്വന്തമായിട്ട് തലയണക്കടി കയറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പരിചയമൊന്നുമില്ല. ഇവിടെ ചോദിച്ചപ്പോൾ ഉടമ്പടി എടുക്കണം, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഈ ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ കുറേ ജോലി നോക്കി. ഞാൻ പണ്ട് ഗൾഫിലുണ്ടായിരുന്നു, അവിടെ അന്വേഷിച്ചു. പിന്നെ പുറത്ത് മീൻസ് ഇവിടെ നാട്ടിൽ അന്വേഷിച്ചു. കുറേ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫ് പറ്റാവുന്ന രീതിയിലെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അടയ്ക്കാമല്ലോ എന്നുള്ള രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി. ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജോലി കിട്ടി എറണാകുളത്ത്. പക്ഷേ ഞാൻ ഉടമ്പടി അത്ര എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അമ്മ പക്ഷേ ഈ ഉടമ്പടി പുസ്തകം വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് റെഗുലറായിട്ട് അമ്മ പ്രാർത്ഥിക്കും. ഞാൻ ആ കട്ടിലേ കിടന്ന് ഉറങ്ങും. എന്നിട്ട് അമ്മ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലം വെച്ച് എന്നെ കുരിശ് വരച്ചിട്ടൊക്കെ പോകും. ഞാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ജോലി കിട്ടി എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകണേ. അന്നപ്പോൾ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകണേ. പക്ഷേ എന്നാലും എനിക്കറിയാം ഞാൻ ഉഴപ്പായിരുന്നു, അത്ര പോരാ എന്നുള്ളത്. അപ്പോഴേക്കും ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ജോലി നഷ്ടമായി. അവരെന്നോട് പറഞ്ഞ റീസൺ ഇത് തന്നെ, നീ അത്ര പോരാ എന്നുള്ളത്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ അത് വേറെ എന്തോ ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ഈ എൻ്റെ മനസ്സിൽ തോന്നിയ സെയിം റീസൺ അവരും പറഞ്ഞു. ആ ജോലിയിൽ നിന്ന് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചാളൂടെ അങ്ങനെ പോയി. 2 മാസം 1.5 മാസം കൂടെ പകുതിയോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഉടമ്പടി പുതുക്കാറായി. അപ്പോഴത്തേക്കും ഞാൻ വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരുവല്ലയിൽ ഒരു ജോലി കിട്ടി. അത് ഞാൻ പറഞ്ഞ ശമ്പളത്തിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അന്നപ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പൽ കയറി ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നപ്പോഴത്തേക്കും അവിടെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഉടമ്പടി എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, പത്രം കൊടുക്കുന്ന കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ കുറച്ചുകൂടെ ഒരു അറിവായി. അതുപോലൊക്കെ ഞാൻ പയ്യെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പഴയ കമ്പനി ഗൾഫിൽ നിന്നൊരു വേക്കൻസി വന്നു. അവിടെയൊക്കെ ഞാൻ പണ്ട് നേരത്തെ വിളിച്ച് കുറേ അന്വേഷിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വന്നു. അവരൊരു 3 മാസം ടൈം എടുത്തു. ആ സമയത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജോലി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഗൾഫിലേക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ കുരിശ് വരച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫിലോട്ട് പോകാൻ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനയിലായിരുന്നു. സെക്കൻഡ് ഉടമ്പടി പുതുക്കി ആ സമയത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ഗൾഫിലെത്തി. ഗൾഫിൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ കടങ്ങളൊക്കെ കുറച്ച് വീട്ടാൻ സാധിച്ചു. അപ്പോഴേക്കും എനിക്കൊരു ജപ്തി നോട്ടീസ് പോലൊരു നോട്ടീസ് വന്നു. അപ്പോൾ അത് 2 lakh എന്തോ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ലോണിൻ്റെ ഫുൾ എമൗണ്ട് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യത്തോളം എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ 2 lakh ഇപ്പോൾ അത്യാവശ്യമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു ജപ്തി നോട്ടീസ് വന്നു.
അപ്പോൾ ഒരു രക്ഷയില്ല. ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാ മാസവും എൻ്റെ കിട്ടുന്ന പൈസ ലോണിലോ അതിലൊക്കെ അടച്ചു പോകുന്നതുകൊണ്ട് ഒരു സേവിങ്സ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ഗൾഫിൽ ഓൾറെഡി ഞാൻ എല്ലാവരോടും ഇവിടെ കൃപാസനത്തിൽ വരുന്ന കാര്യം ഇവിടുത്തെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വരുന്ന ആണെന്നൊക്കെ. അന്നപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ എനിക്ക് പൈസ തന്നു, ഒരു 2 ലക്ഷം രൂപ. ഒറ്റ ചോദ്യം പെട്ടെന്ന് തന്നു. അപ്പോഴേക്കും അവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നീ പറയുമായിരിക്കും ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ കെയർ ഓഫ് കിട്ടിയതായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നാക്കാന്ന് പറഞ്ഞാൽ അവൻ തന്നു. അങ്ങനെ അത് സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ തന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഇവിടെ എന്താ പറയുക അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് മാറി, ഞാൻ പേറോൾ സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറി, ഞാൻ അക്കൗണ്ട്സാണ്, അപ്പോൾ പേറോൾ സെക്ഷനിലായതുകൊണ്ട് അവിടുന്ന് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ മാറാൻ വേണ്ടിയിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതി കിട്ടണമെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്നപ്പം അങ്ങനെ എഴുതിയിട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് ജോലിയും കിട്ടി. സെക്കൻഡ് ജോലി ഇപ്പോൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പൈസ ഞാൻ എല്ലാ പ്രാവശ്യവും ലോണിലോട്ട് അടച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ പൈസ മറിക്കാനായിട്ട് ഒരു ടൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഉടമ്പടി തീരുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടി, പുതിയ ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ സെറ്റിൽമെൻറ്റ് വെച്ച് ഇവൻ്റെ ഇതും സോൾവ് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ ഫെബ്രുവരി 3 2 വൈകിട്ട് പുതിയ ജോലിക്ക് വേണ്ടി ഒമാനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് മെഡിക്കൽ നമുക്ക് ക്രിയാറ്റിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അറിയാം, ക്രിയാറ്റിനും ഷുഗറൊക്കെ ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മെഡിക്കലിനൊക്കെ ഇഷ്യൂ ആവും. അപ്പം അതും ഞാൻ പ്രാർത്ഥനയിലൂടെ, അപ്പോൾ വേറെ മെഡിസിനോ ഒന്നും കഴിക്കാതെ ഞാൻ ആ ഉപ്പും തൈലവും മറ്റേ തേനും മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വെച്ച് മെഡിക്കൽ എടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ എടുത്തു ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു അങ്ങനെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ല ക്രിയാറ്റിൻ ഇങ്ങനെ അനാവശ്യമായിട്ട് കൂടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തു. അതും ഞാൻ ഇവിടെ വന്ന് മറ്റേ ഉടമ്പടി എടുത്തതിന് ശേഷം, അപ്പോൾ അവിടുത്തെ ഉടമ്പടി തീർന്നു. ഇവിടെ വന്ന് പുതിയ ഉടമ്പടി ഇവിടെ നേരിട്ട് വന്ന് എടുത്തതിന് ശേഷമേ ഞാൻ ചെക്കിങ്ങിന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടെ വന്ന് ഉടമ്പടി 3 ദിവസം മുന്നേ ഉടമ്പടി എടുത്ത് പുതുക്കി. എന്നിട്ട് ടെസ്റ്റിന് പോയി, എല്ലാം നോർമലാണ്, കുഴപ്പമില്ല. മെഡിക്കലും എല്ലാം ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും സുഖമായി. 2 ഈവനിങ് ഞാൻ വീണ്ടും തിരിച്ച് ഗൾഫിന് പോവാണ്. അന്നപ്പം ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് സുഗന്ധാഭിഷേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് എല്ലാവരും പറയും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. എനിക്ക് വന്നിട്ടുള്ളത് ഒരു പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ആ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാവശ്യം ഇവിടുന്ന് ചങ്ങനാശ്ശേരി ജോലിക്ക് പോകുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയോട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുരിശയുടെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വെച്ചേക്കുന്നു മറ്റേ നമ്മുടെ റോസാപ്പൂ, ഒരു ഡാർക്ക് റോസാപ്പൂ. അപ്പോൾ ഞാനതങ്ങനെ സ്മെല്ല് ആരോ കൊണ്ടുവച്ചതാണ്. സ്മെല്ല് നോക്കി സെയിം സ്മെല്ലാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം എല്ലാവരും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് പറഞ്ഞ് എനിക്ക് പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥന സമയത്ത് ഈ തിരുവല്ല ജോലി ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് മങ്കമ്പിയിൽ നിന്ന് അങ്ങോട്ട് പോണ വഴിക്ക് എപ്പോഴും ഇങ്ങനെ നാഥ വരണമേ എന്നുള്ള പ്രാർത്ഥന ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ട്, അത് മാത്രം ആ 2 ലൈൻ മാത്രം പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാടിക്കൊണ്ട് പോയ സമയത്ത് ഒരു പ്രാവശ്യം വഴി വെച്ച് ഒരാൾ എന്നെ കൈ കാണിച്ചു, ഒരു 25-30 വയസ്സുള്ളൊരു പുള്ളി. അപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴത്തേക്കും അന്ന് ഹെൽമെറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാലം. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ അങ്ങനെ വണ്ടിയെ കയറ്റാറില്ല, കാരണം ചെക്കിങ് കൊണ്ട് പ്രശ്നം. അപ്പോൾ പുള്ളിയുടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വണ്ടിയെ കയറ്റിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയുള്ള സമയം, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു. അപ്പോൾ പുള്ളി അവിടെ നിർത്തിയേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുള്ളി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ബാഗിനകത്ത് കരുതിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ കോട്ടിട്ടും പുള്ളി പറഞ്ഞു ഞാനും പുറകെ കയറിക്കോട്ടെ, ഞാനും കൂടെ വന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പക്ഷെ നനയുമോ, ചെറിയ മഴയുള്ളൂ, അങ്ങനെ വലിയ മഴയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പുറകെ ഇരുന്നോളാം. അന്നപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ പുറകെ കയറി. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡിലെ മറ്റേ ഫുഡ് റെസ്റ്റിങ്ങിന് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ കാല് പൊള്ളുന്നുണ്ടോ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ പുള്ളി ഇങ്ങനെ ഒതുങ്ങി പയ്യെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വെയ്റ്റ്ലെസ്, വണ്ടിയിൽ ഒരാൾ കയറിയ പോലൊരു ഫീൽ തോന്നില്ല, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അന്നപ്പോഴത്തേക്കും ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിന് തോന്നുന്നു നീ ഇപ്പോൾ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ, അപ്പോൾ ഇയാൾ ചങ്ങനാശ്ശേരിയല്ല, ഞാൻ തിരുവല്ലയ്ക്ക് അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കണ്ടില്ലെങ്കിൽ നിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇത് ഒരു ദേവപുത്രനാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ ചിന്തിക്കുക. പക്ഷേ ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ ഇയാൾ എൻ്റെ പുറയിലില്ല. ഞാൻ കുറേ ദൂരം, ഞാൻ പെട്ടെന്ന് വിറച്ചു, ഭയങ്കര ഇതായി. ഞാൻ കുറേ ദൂരം പുറകോട്ട് വണ്ടി ഓടിച്ചു വന്നു, കാരണം എങ്ങാനും വഴി വല്ലതും വീണാണോ, അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സുഗന്ധാഭിഷേകം ഞാനിവിടെ ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുന്നതിന് മുന്നേ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറങ്ങി, വെളുപ്പിനെ ഒരു 5 മണിയും കണ്ടായപ്പോഴത്തേക്കും ഈ സെയിം സുഗന്ധം, അത് ഉറക്കത്തിലാണ്, ഈ സ്മെല്ല് കറക്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കിട്ടുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ ഉണർന്നല്ല, ഉറക്കത്തിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു ലേഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്, അവർക്കും സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ ഇവർ പിടിച്ച്, അപ്പോൾ ഞാനവിടെ ഒരു മാതാവിൻ്റെയും യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് തിരുവോസ്തിയിൽ
ഇങ്ങനെ യേശുവിൻ്റെ ഒരു റിയൽ ഫേസ് പോലെ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാമായിരിക്കും, റിയൽ ഫേസ് ഓഫ് ജീസസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ രൂപം അത് ആ ഫേസ് മാത്രം എനിക്കിങ്ങനെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ലേഡി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പക്ഷേ കിടന്നപ്പോഴത്താണ് ഞാനത്തെ എന്നെ വിളിച്ച് കാണിച്ച ഒരു ലേഡിയുടെ കൈ ഞാൻ കണ്ടു. അപ്പോൾ അത് അമ്മമാതാവായിരിക്കും, കാരണം എൻ്റെ കൂടെ ഉണ്ടെന്ന് 2 ഫ്രണ്ട്സിന് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഇതെല്ലാം ഞാൻ പ്രെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ അന്യമതസ്ഥരാണ്, പക്ഷേ എന്നാലും കുരിശൊക്കെ വരച്ചിട്ട് അവരുടെ രോഗസൗഖ്യം മാറിയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കുറേ പേർക്ക് ജോലി പോകാൻ പോയ കേസുകൾ മാറിപ്പോയ കേസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഈ അസുഖത്തിൻ്റെ കേസിലെല്ലാം വന്നപ്പോഴേക്ക് ഞാൻ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം അവരോട് പറഞ്ഞു കിഡ്നിയുടെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും, അത് കാരണം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതാവും. പക്ഷേ അന്നപ്പോഴൊക്കെ ഞാൻ ഉപ്പും കഴിക്കരുതെന്നാ, എങ്ങനെയെങ്കിലും ക്രിയാറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾട്ടൊന്നും ഉപയോഗിക്കരുത്. പക്ഷേ ഞാൻ ഉപ്പും ഈ തൈലവും ഇത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും എന്നെ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലാണെങ്കിലും കൂടി എനിക്ക് സ്പിരിച്വലായിട്ട് ഭയങ്കര ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരു പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങി. പണ്ട് ഇൻ്റർവ്യൂവിൽ ലേന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പണ്ടും ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു, റേഡിയോ തരംഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് റിസീവ് ചെയ്യാൻ പറ്റിയ മോഡമാണ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങിയത്. പലരും പറയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ, പക്ഷേ അങ്ങനെ റിസീവ് ചെയ്യാനുള്ള മോഡമായി നമ്മൾ മാറണം. നമ്മൾ മോൾഡായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ റിസീവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് എല്ലാവിധ നന്മകളും നൽകിയ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിക്കും. 1000 നന്ദി. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണ് നാം കേട്ടത്. ജോലി തേടിയും കുടുംബ പ്രശ്നങ്ങളുമായും രോഗവും വേദനകളുമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായും നമ്മൾ പലപ്പോഴും എല്ലാം ശ്രമിച്ചു, ഒന്നും സംഭവിച്ചില്ല എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ദൈവത്തെപ്പറ്റി ഓർക്കുക. ഉടമ്പടിയിലൂടെ ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത് നമ്മുടെ ഭയമുള്ള ആഴത്തിലേക്ക് നീങ്ങാനാണ്. വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി ശ്രമിക്കുവാൻ ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ്. ആഴം എന്നത് കൂടുതൽ വിശ്വാസത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, കൂടുതൽ വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ഉടമ്പടിയിൽ മുന്നോട്ട് ജീവിക്കുക എന്നാണ് ഓരോ ഉടമ്പടി മക്കളെയും ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. കാനായിലെ കല്യാണത്തിൻ്റെ സമയത്ത് അമ്മ പറഞ്ഞത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് വീണ്ടും വലയിട്ടതുപോലെ തന്നെ കൃപാസന അമ്മ നമ്മളോടും പറയുന്നത് യേശുവിൻ്റെ വാക്ക് കേട്ട് അനുതപിച്ച് ഉടമ്പടി ജീവിതം നയിക്കുവാൻ എന്നാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. മകനിൽ വിശ്വസിക്കുക, ആഴത്തിലേക്ക് നീങ്ങുക. ഉടമ്പടി എന്നുള്ള അമ്മയുടെ വാക്കുകൾ, ഉടമ്പടിയിലൂടെ നമ്മളോട് പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, വൈകിയാൽ നിരാകരണമല്ല, ശൂന്യമായ വല അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ്. ശൂന്യമായ ഒരു വലയും പിടിച്ചുകൊണ്ട് ശ്രീജിത്ത് നിന്നപ്പോഴാണ് ഈശോയും അമ്മയും ഈ മകൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്നത്. അമ്മ ഉടമ്പടി വിശ്വാസിയായിരുന്നു. പല പ്രാവശ്യവും മകനോട് സംസാരിച്ചു. മകൻ അത്ര ശ്രദ്ധിച്ചില്ല. പത്രത്തിന് ആദ്യമായിട്ട് ഉടമ്പടി പത്രം കൊണ്ടുവന്ന് മകൻ്റെ തലേണയുടെ കീഴിൽ വെച്ചു. മകനത് എടുത്തു മാറ്റി. പിന്നീട് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വെച്ചു. ആ പത്രവും എടുത്തു മാറ്റി ടേബിളിൽ വെച്ചു. പിന്നീടാണ് ഈ മകൻ്റെ ചെവിയിലൊരു സ്വരം വന്നത്. ഓരോ ഫാൻ്റെ ശബ്ദവും പുറത്തെ ശബ്ദവും എല്ലാം ഓരോ പ്രാർത്ഥന പോലെയാണ് ഈ മകൻ്റെ ചെവിയിൽ സ്പർശിച്ചത്. പിന്നീട് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കൃപാസനത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയെപ്പറ്റി യാതൊരു അറിവുമില്ല. ആദ്യത്തെ ഉടമ്പടി ആ മോൻ പറഞ്ഞതുപോലെ തന്നെ അധികം ശ്രദ്ധിച്ചില്ല. വെറുതെ ഒരു ജോലി കിട്ടി, അതിലും വലിയ ശ്രദ്ധിച്ചില്ല. ആ ജോലി പോയി. രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പോഴാണ് പുതിയൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടുകയും അവിടെ ഒരു ചാപ്പലുണ്ടാവുകയും പിന്നീട് ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ സത്യസന്ധയോടെ ജീവിക്കുവാനായിട്ട് ഈ മകനൊരു അനുഗ്രഹം ലഭിച്ചത്. പിന്നീട് ഈ മകൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഉടമ്പടിയിൽ കൂടെ പുതിയൊരു ജീവിതമാണ് ഈ മകൻ നയിച്ചത്.
ജപ്തി നോട്ടീസ് വന്നപ്പോഴും ഭയമില്ലാതെ കൂട്ടുകാരനോട് ചോദിക്കുവാനും കൂട്ടുകാരന് എത്രയും പെട്ടെന്ന് സഹായം കൊടുക്കുവാനും പിന്നെ പോകുന്ന വഴിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത, അതും ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് ചോദിച്ചു വണ്ടിയിൽ കയറിക്കോട്ടെ. ഇതൊക്കെ ഓരോ രീതിയിലും മാതാവിൻ്റെ ഈശോയുടെ ഇടപെടലായിരുന്നു ഈ മകൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യം, ഉപ്പും തേനും ഒന്നും ഉപ്പ് കഴിക്കരുതെന്നാണ് പറഞ്ഞതും, പക്ഷേ വിശ്വാസത്തിൽ ഈ മകന് ഉപ്പും തേനും തൈലവും ഒക്കെ ഉപയോഗിച്ച് ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൻ പറഞ്ഞു, ഉടമ്പടി ജീവിതത്തിൽ വന്നേ പിന്നെ ഒരു വലിയൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. ജീവിതത്തിൽ എന്തും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത്, ഒരു ശക്തി, ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ, ഒരു പോസിറ്റീവ് എനർജി. ഈ മകൻ പറഞ്ഞത് ഉടമ്പടി എടുത്ത് പുറത്തു പോയെങ്കിലും ഈ മകൻ ഓൺലൈനിൽ തന്നെ ഉടമ്പടി പുതുക്കിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. നമ്മളെ പലരും പുറത്ത് പോകുന്നവർ പറയാറുണ്ട്, എനിക്കിനി ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, സൗദിയിലാണ്, ഖത്തറിലാണ്, ഒമാനിലാണ്. പക്ഷേ ഈ മകൻ പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ബാക്കിയുള്ള കാലങ്ങൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിയെന്നാണ്. ഒരു പ്രാവശ്യം ഈശോയുടെ അമ്മയുടെയും സ്പർശനമേറ്റ് ജീവിതത്തിൽ ആഴത്തിലറിഞ്ഞ നിമിഷം മുതൽ ഈ മകൻ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് അമ്മയോട് പറയാം, അമ്മേ ഞങ്ങൾ ശ്രമിച്ചു, ഇനി ഞങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മുടെ എല്ലാ കഴിയാത്ത സംഗതികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ അമ്മയുടെയും കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ നാം വീണ്ടും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹം കൊണ്ട് നിറയും. ഈശോയും അമ്മയും കനിഞ്ഞൊരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശ്രീജിത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.